മലയാള സിനിമയിൽ എന്താണ് നടക്കുന്നത്? ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഏതോ ഒരു നടനെതിരെ ലിസ്റ്റിൻ വാലും തലയും ഇല്ലാത്ത ഒരു ആരോപണം പറഞ്ഞു കുടുങ്ങി. എനിക്കറിയാലോ ഇഷ്യൂ എന്താന്ന്, ആ നടനറിയാലോ, എന്റെ ഒപ്പം ഉള്ളവർക്ക് ആ ഇഷ്യൂ അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്നിട്ട് പേര് പറഞ്ഞില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്ത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാവുകയും അത് വിവാദമാവുകയും ചെയ്തു. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? നിവിൻ പോളി ആരാധകർ രൂക്ഷ വിമർശനം ഉയർത്തി. അതോടെ ലിസ്റ്റിൻ സ്റ്റീഫൻ അയഞ്ഞു. ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നിവിൻ പോളി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിനാണ് നിവിൻ പോളിയാന്ന് ധരിക്കുന്നത്? എന്തിനാണ്? രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഞാൻ വരുന്ന വഴി ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു. അപ്പം ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: നല്ല ഹൃദയം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഒരു ഹോർഡിങ്സ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. അങ്ങനെ എല്ലാത്തവരെയും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരങ്ങൾ മുഴക്കുന്ന, അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാരും നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? പക്ഷെ അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ: നല്ല ഹൃദയത്തിന് ഉടമയാവുക, നല്ല മനസ്സിന് ഉടമയാവുക, പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും. കലക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ ഓക്കെ ബൈ.